സാഹസിക യാത്രയെക്കുറിച്ച് കേട്ടാലോ? സാഹസിക യാത്രകളൊക്കെ ഹരമായി മാറുമ്പോൾ ചിലർ മുന്നിലുള്ള അപകടങ്ങളൊക്കെ അങ്ങ് കണ്ടില്ലെന്ന് നടിക്കാം. അപകടത്തിൽ ചെന്ന് ചാടുന്നവരെ ചിലപ്പോഴൊക്കെ രക്ഷിക്കാൻ നമുക്ക് കഴിയാറുണ്ട്. ചൈനയിൽ സാഹസിക യാത്രയ്ക്ക് പുറപ്പെട്ടു പോയ യുവാവിന് തിരിച്ചെത്താനായത് 10 ദിവസം കഴിഞ്ഞാണ്. അതികഠിനമായ മഞ്ഞിൽ ജീവൻ നിലനിർത്താൻ ടൂത്ത് പേസ്റ്റും മഞ്ഞുമാണ് ഭക്ഷണമാക്കിയത്. ഇയാളുടെ യാത്രയെക്കുറിച്ചും എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചും അനുശ്രീ വത്സൻ നമ്മുടെ അടുത്ത് പറഞ്ഞുതരും. അനുശ്രീ, സാധാരണ രീതിയിൽ ഒരു സാഹസിക യാത്രയൊക്കെ നടത്തുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയുണ്ട്. പലരും പെട്ടുപോയ കഥയൊക്കെ നമുക്കറിയാം. ഇവിടെ എന്താണ് സംഭവിച്ചത്? വടക്ക് പടിഞ്ഞാറൻ ചൈനയിലാണ് ഈ സംഭവം ഉണ്ടായത്. 18 വയസ്സേ ഉള്ളൂ ഈ ചെറുപ്പക്കാരന്. സൺ എന്നാണ് പേര്. ക്വിൻലിംഗ് എന്ന് പറയുന്ന പർവ്വതനിരയിലേക്കാണ് അദ്ദേഹം യാത്ര നടത്തിയത്. സോളോ ഹൈക്കിംഗ് ആയിരുന്നു. നമ്മൾ സോളോ ട്രിപ്പൊക്കെ പോകാറുണ്ട് അത്തരത്തിൽ. പക്ഷേ സാഹസികമായി ഈ യാത്ര നടത്തുമ്പോൾ അദ്ദേഹം അറിഞ്ഞിരുന്നില്ല ഇങ്ങനെ പെട്ടുപോകുമെന്ന്. 10 ദിവസമാണ് കൊടുങ്കാട്ടിൽ അകപ്പെട്ടു പോയത്. ഭക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. കൊടും തണുപ്പാണ് ഉള്ള സ്ഥലമാണ് ഈ പ്രദേശം. അങ്ങനെ അദ്ദേഹം ഏകദേശം 10 ദിവസം കുടുങ്ങിക്കിടന്നു. കൊണ്ടുപോയിരുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ബാറ്ററി നശിച്ച് യാതൊരു തരത്തിലുള്ള ബന്ധവും വീട്ടുകാരുമായി പുലർത്താൻ കഴിയാതെ വന്നു. വീട്ടുകാർ സണ്ണിന് വേണ്ടി അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പാറകൾക്കിടയിലൊക്കെയാണ് അദ്ദേഹം രക്ഷ നേടാൻ വേണ്ടിയിട്ട് ജീവിച്ചുകൊണ്ടിരുന്നത്. സ്വാഭാവികമായും മനുഷ്യൻ ഗതികെട്ട പുല്ലും തിന്നു എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ. അത് പ്രകാരം അദ്ദേഹം ശ്രമിച്ചത് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ടൂത്ത് പേസ്റ്റും മഞ്ഞുമാണ് ഭക്ഷണമാക്കിയത്. എങ്ങനെ കഴിക്കും എന്നൊക്കെ നമുക്ക് ചിന്ത വരും. പക്ഷേ ജീവൻ നിലനിർത്താൻ വേണ്ടി മനുഷ്യൻ ഏത് സാഹചര്യത്തെയും മുതലാക്കും. അങ്ങനെയാണ് അദ്ദേഹവും ജീവിച്ചത്. അരുവിയിൽ നിന്ന് വെള്ളം കുടിച്ച് ജീവിച്ചു. ഒടുവിൽ ഈ വീട്ടുകാർ സണ്ണിന് വേണ്ടി അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രാദേശിക രക്ഷാപ്രവർത്തകരെ അവരെ ഏൽപ്പിച്ചു. പ്രാദേശിക രക്ഷാപ്രവർത്തകരാണ് അദ്ദേഹത്തെ കണ്ടെത്തിയത്. ഒടുവിൽ സണ്ണിനെ രക്ഷപ്പെടുത്തി പുറത്തു കൊണ്ടുവരികയായിരുന്നു. സണ്ണ് രക്ഷപ്പെട്ട് വന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥ എത്രത്തോളമാണെന്ന് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. ഇപ്പം എനിക്ക് തോന്നുന്നത് ഈ ഗുണാക്കേവ് എന്ന് പറയുന്ന ഗുണാക്കേവിൽ അകപ്പെട്ടിട്ട് മലയാളി രക്ഷപ്പെട്ടു വന്ന സിനിമ മഞ്ഞുമൽ ബോയ്സ് നമ്മൾ കണ്ടപ്പോൾ ഉണ്ടായൊരു ആശ്ചര്യം അല്ലെങ്കിൽ ഒരു അത്ഭുതവും ഒരു പേടിയൊക്കെ നമ്മൾ അറിഞ്ഞതാണ്, കണ്ടതാണ്. അത് പ്രകാരമാണ് എനിക്കും ഈ ഒരു സ്ഥലത്തെ കുറിച്ച് ഓർമ്മ വന്നത്. ഇങ്ങനെ ചൈനയുടെ നിയമപ്രകാരം ഇവിടെ 2018 മുതൽ നിരോധനം ഏർപ്പെടുത്തിയ ഒരു സ്ഥലമാണ്. അങ്ങോട്ടേക്ക് സാഹസിക യാത്രയ്ക്ക് പോകാനേ പാടില്ല എന്നാണ്. അതായത് ഏറെക്കുറെ ഇരന്നു വാങ്ങിയതാണ് എന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ? അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ പാടില്ല, എന്നിട്ടും ഒരു സാഹസിക യാത്ര എന്നുള്ള രീതിയിൽ അമിതാവേശം കാണിച്ചു പോയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായത്. എന്തായാലും തിരിച്ചു വന്നത് തന്നെ മഹാഭാഗ്യം.